दर्शकों का स्वागत है आपके फेवरेट रिएक्शन टाइम में और आज हम लेके आए अंजाम पथीरा मूवी का रिएक्शन। ये मूवी के कमेंट्स में बहुत ज़्यादा टाइम से आ रहे हैं। 2020 की आई हुई मूवी है एंड साथ में ये मूवी एक थ्रिलर मूवी है जिसके बारे में मलयालम मूवी है ऊपर से। तो मतलब मैं बहुत ज़्यादा एक्साइटेड हूँ बिकॉज कमाल की स्टोरी होगी। ये पहले से इमेजिन करके बैठा हुआ हूँ मैं। मलयालम सिनेमा की तो बात ही कुछ अलग होती है बिकॉज रिसेंटली हमने सूक्ष्मदर्शनी देखी थी, वो तो मुझे बहुत ही ज़्यादा अच्छी लगी। मतलब कितनी सिंपल स्टोरी थी पर कैसे उन्होंने पूरा प्रेजेंट किया था, बहुत ही मजा है। और ये भी ऊपर से थ्रिल है। देखते हैं कैसा होगा, तो आप भी देखो। लेट्स स्टार्ट। ये हर जो भी थ्रिलर मूवीज होते हैं ना उनमें होते ही है। उसमें होते ही है, हाँ। वो बोगनविलिया में भी थे ना। अनवर हुसैन साइकोलॉजिस्ट आरे का नाम है रिपर रवि। रिपर रवि, ये क्या नाम है? മൊബൈലും സാധനങ്ങളൊക്കെ അതൊക്കെ വണ്ടിക്കകത്ത് വെച്ചു. അന്ന സാറേ നമസ്കാരം. നല്ല ശേഷം സാറേ ഞാൻ കൊണ്ട് അടുത്ത ആഴ്ച റിപ്പർ തൂക്കിലേറ്റുന്നത്. ഫാസി ലഗ് രഹി ഹൈ. ദേഹോചര വിധി വരാനുണ്ട്. അത് മിക്കവാറും തള്ളു. 14 കൊലപാതകങ്ങൾ. 14 murders. അവനോട് അവസാനമായിട്ട് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് വെച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞവനാ. സാറെന്തിനാ സാറേ ഇവനോടൊക്കെ കൂട്ടുകൂടുന്നത്? പലതരം മാനസിക വിഭ്രാന്തികളുള്ളവർ നമ്മുടെ ക്ലയൻസ് അല്ലേ. കഴിഞ്ഞ 2-3 തവണ വന്നപ്പോഴും ഇയാളെ കാണാൻ കൂട്ടാക്കില്ല. ശരി, പ്രാവശ്യം സമ്മതിച്ചതിന്റെ ഭാഗ്യം. സാർ ഒരു കാര്യം, ആ വിസിറ്റിംഗ് റൂമിലേക്ക് ഇരുന്നു, ഞാനാണ് കൂട്ടിയിട്ടുണ്ട്. ശരി. ओ भाई एक सीरियल मर्डरर से मिलने जा रहे हैं। फांसी लगने वाली है जिसको 14 मर्डर किए। रिपर रवि, वो जैसा था ना जैक द रिपर। നമസ്കാരം അൻവർ സാർ. अरे ये तो इतने स्वीट कैरेक्टर है। हाँ, ये 2018 मूवी में तो ब्लाइंड का रोल निभा रहे थे। സാർ, ഈ ജയിലിന് പുറത്തുള്ള ബേക്കറിയില് നല്ല അവിൽ മിൽക്ക് കിട്ടുമെന്ന് പിള്ളേര് പറഞ്ഞായിരുന്നു. कितने प्यारे लग रहे सही हैं में। यार। कैसे कर सकते ये हैं? का मर्डरर है? എന്നെ ഏറ്റവും കൂടുതൽ തവണ ഈ ജയിലിൽ കാണാൻ വന്നിട്ടുള്ളത് സാറാ. എന്താ സാറിന് അറിയാനുള്ളത്? ചോദിച്ചോ, എന്ത് വേണേലും ചോദിച്ചോ. എനിക്ക് രവിയെ കുറിച്ച് എല്ലാം അറിയണം. कैसे मारा, किसको मारा, രവിയുടെ ജീവിതം, രവിക്കുണ്ടായ മാനസിക പ്രശ്നങ്ങൾ എല്ലാം തുടക്കം മുതൽ പറഞ്ഞു. മനഃശാസ്ത്രത്തിൽ ഇത്രയും പഠിപ്പ് മൂലമുള്ള സാറിനെ ഞാൻ തിരുത്തുകയാണെന്ന് കരുതി. സാറിന് തെറ്റി. gone wrong? എല്ലാവരും റിപ്പറെന്നും ക്രൂരനെന്നും ഒക്കെ വിളിക്കുന്ന എനിക്കുള്ളത് മാനസിക പ്രശ്നങ്ങളല്ല, Not Then? mental problem. ലഹരിയാണ്. एस्टेसी, എക്സസി. मतलब इसको मार के खुशी होती है। ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കുമ്പോ തലയോട്ടി പിളരുന്നൊരു ഒച്ചയുണ്ട്. അതിന്റെ കൂടെ നാട്ടുകാരുടെ നിലവിളിയും കൂടെ ആവുമ്പോ Oh my God! चिल्स, क्या आदमी है ये? यही तो मेंटल इशू है भाई। ഞങ്ങളുടെ കുട്ടിക്കാലം നല്ലതായിരുന്നു സാർ. അമ്മ ചെറുതിലേ മരിച്ചു. ഞങ്ങൾ 3 മക്കളാ. നല്ല രസമായിരുന്നു. തമ്മിത്തല്ലും നീന്തിക്കളിയും ഒക്കെ. 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിപ്പ് നിർത്തി. കൊച്ചച്ഛൻ്റെ കോഴിക്കടയിൽ ജോലിക്ക് കയറി. അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കൊല്ലുന്നതിൻ്റെ സുഖം അറിഞ്ഞു തുടങ്ങിയത്. पर रवि, ഞാൻ ഓരോ കോഴിയെയും കൊന്നുകൊണ്ടിരുന്നു. എന്നിട്ട് അതിൻ്റെ പിടച്ചിലെങ്ങനെ നോക്കി നിൽക്കും. പിന്നെ പിന്നെ എനിക്ക് ആ ലഹരി കോഴികളെ കൊല്ലുന്നതിൽ ഒതുങ്ങാതെ വന്നു. അങ്ങനെയാണ് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. Breathe in, breathe out, breathe in slowly, breathe out. एक साइकोलॉजिस्ट को क्या क्या सुनना पड़ता है नहीं? ജെയിംസ്, ഇതൊരു താൽക്കാലിക എമർജൻസി ടെക്നിക്കാണ്. അടുത്ത തവണ പാനിക് അറ്റാക്ക് വന്ന് പേടിച്ച് പറിക്കുന്നതിന് മുമ്പ് ബ്രീത്ത് ഒന്ന് കൺട്രോൾ ചെയ്യുക. ഇതുപോലത്തെ ഒരു സാധാരണ കവർ എപ്പോഴും കയ്യിലുണ്ടാവണം. അതിലേക്ക് ഊതി ബ്രീത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുക. പാനിക് അറ്റാക്കിലേക്ക് പോവാതെ ആങ്സൈറ്റിയെ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അത് കാര്യമാക്കണ്ട. മരുന്ന് നമുക്കിപ്പോൾ ഒന്നും ആവശ്യമില്ലെന്നേ. ഓക്കെ, क्या बात है, बहुत काम है. സംസ്കൃതി എന്നുള്ളത് പേരിൽ മാത്രമേ ഉള്ളൂ എന്നാണ് മിസ് പറഞ്ഞത്. ടീച്ചർമാരോട് തർക്കുത്തരം പറയാ, പിള്ളേരോട് വഴക്കുണ്ടാക്കുക, ഇതൊക്കെയാണ് ഇവിടെ സ്ഥിരം പരിപാടി. അതുകൊണ്ടല്ലേ ഫാത്തിമ നമ്മളിവരെ കുട്ടികളെന്ന് വിളിക്കുന്നത്. അതെ, അല്ലേ മോളെ? അവിടെ ചിരി കണ്ടില്ലേ? അല്ലേട്ടാ, നാളെ വൈകിട്ടോ?
ശരി, ഓക്കെ. ഇതൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റ് വക നിയമങ്ങൾ. अच्छा പിന്നെ ഇപ്പോൾ ഉള്ള MA സൈക്കോളജിക്ക് പുറമെ നല്ല എവിടുന്നെങ്കിലും ക്രിമിനോളജിയിൽ ഒരു डिप्लोमा PSC പ്രായമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നിയമനമൊക്കെ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ കൊച്ചി പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ തന്നെ തിരികെ കയറ്റി വെച്ചിരിക്കുവാണ്. ഞാൻ അറിയാലോ. അതുകൊണ്ട് ചെറിയ ചെറിയ ഉപകാരങ്ങൾ അല്ലേട്ടനും അല്ല സാറിനും ഉണ്ടല്ലോ. പിന്നെ ഈ ഡിപ്ലോമയേക്കാൾ വലുതായ PhD ഓ വാവ് അതിന് ഈ ക്രൈം സീനിൽ വന്നിട്ടുള്ള റിയൽ ഫീൽഡ് എക്സ്പീരിയൻസ് എനിക്ക് ആവശ്യമുണ്ട്. തന്റെ ഈ സൗഹൃദ മുതലാക്കലൊക്കെ നല്ലൊരു കാര്യത്തിനായിരുന്നു. ഞാനൊന്നും മിണ്ടുന്നില്ല. താനീ പറഞ്ഞ PhD ഒക്കെ പൊക്കിയെടുത്തോണ്ട് വാ, നമുക്ക് നോക്കാം. തനിക്ക് ഈ കേസ് അന്വേഷണമൊക്കെ ഇത്ര താല്പര്യമാണെങ്കിൽ ഈ ക്ലിനിക്കൊക്കെ അടച്ചുപൂട്ടി നല്ലൊരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങി. सही बात है ആ വർക്ക് സെറ്റപ്പ് ചെയ്യണം. നമുക്ക് ആക്ച്വലി ആയിക്കോട്ടെ, ജോലിക്കാരുമായി പോയില്ലേ? ഓ അതെ അതെ. ഡ്രൈവർ ബ്രോ, ഏതെങ്കിലും കട കാണുകയാണെങ്കിൽ നടത്തണേ. ഒരു സിഗരറ്റ് വിളിക്കണം. വീട്ടിലെത്തിയ പിന്നെ പൊണ്ടാട്ടി സമ്മതിക്കാലോ. അതെങ്ങനെയാ സാറേ? വീട്ടിൽ ഇരുന്ന് വിളിച്ചാൽ വീട്ടുകാർ പിടിക്കും, പുറത്തിറങ്ങി വിളിച്ചാലോ പോലീസുകാർ പിടിക്കും. പാവം സിഗരറ്റ് വലിക്കാരുടെ കാര്യം കഷ്ടാ സാറേ. स्मोकर्स को कहाँ पकड़ती है पुलिस ശ്വാസകോശം പോലും കരിഞ്ഞ സ്പോഞ്ച് പോലാക്കി നമ്മൾ കൊടുക്കുന്ന നീതിപണം എല്ലാവർക്കും വേണമെന്നാണ്. इसे पीनी तो नहीं चाहिए. ये कौन है? Beware the eyes of Mark Caesar. क्या ആഹാ, അടിപൊളി ഇംഗ്ലീഷ് ഒക്കെ ആണല്ലോ. അതും ജൂലിയസ് സീസർ. या കാര്യം ചെയ്യ്. ദാ, ഒരു ചായ കുടിച്ചോ. Tomorrow. हैं? ശരിക്കും ഉറങ്ങിക്കോളൂ സീസർ. ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. Your sleepless nights are coming. മറ്റാർക്കും വേല ചെയ്യാൻ പറ്റാത്ത അവർ മാത്രം വേല ചെയ്യുന്ന ആ രാത്രി ദിനങ്ങൾ വരികയാണ്. Your sleepless nights are coming. sleepless nights are coming. किसको लेके है? वो रिपर को लेके है. ऊपर से कोई ऐसा बोल जाते हैं ना तो दिमाग में घुसा रहता है, घुस जाता है, चाहे हो हाँ। नहीं और शुरू हो गया. देखो एक साइकोलॉजिस्ट सो नहीं पा रहा है. അൻവരെ, എന്റെ പൊന്ന് അൻവരെ, അല്ല ഫാത്തിമ, ഏതോ ഒരു ഭ്രാന്തൻ വെച്ചുമ്പോയി പറയുന്നത്. तो वो कौन था? എനിക്കെന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു. Bad അതെന്തായാലും omen. സംഭവിക്കും. ഇനി നിങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഹാലുസിനേറ്റ് ചെയ്യാനും ആ ഭ്രാന്തൻ നിങ്ങളുടെ ഓൾട്ടർ ഈഗോ ആണെന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ കുതിരട്ടത് ഉണ്ടാക്കും. നിങ്ങളെ വെറും സീസർ അല്ല, ഹാലുസിനേറ്റ് ചെയ്യുന്ന മെക്ബത്താ. വേറെ പണിയൊന്നുമില്ല. इनको ये लगता है ये जूलियस सीजर है. ओह वाह, आएगा इनकी लाइफ में कोई ब्रूटस. അതെ, നമുക്ക് നാളത്തെ റമ്മി പിടിക്കാന്ന്. USP. എടോ 350 രൂപ ആദ്യമായിട്ട് ജയിച്ചെന്റെ ജാടയൊന്നും കൊണ്ട് ഇറങ്ങല്ലേ. ഈ എബ്രാം കൊച്ചി വിചാരിച്ചാൽ നാളെ 3500 രൂപ പിടിക്കും, മനസ്സിലായേ? അതെ, ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് ചേച്ചിയോട് പറയാൻ നിൽക്കണ്ട. കാശ് പോയ കാര്യം കയറ്റിയാൻ വെച്ചിരുന്നു. നിന്റെ ഭാര്യ വെള്ളം അടിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നിന്നെ കുനിച്ചെത്തി ഇടിക്കുന്ന കാര്യം എനിക്കറിയാം കേട്ടോ. അപ്പൊ ശരി, ആ ഗുഡ് നൈറ്റ്. चलो फेंक के जाओ. ओ भाई, Oh! एक साथ ऐसे गई है लाइट. This is scary. ओ भाई, ये ट्यून से रत्सासन की आती है. रत्सासन जैसा लगता है सच में. हॉरिफाइंग लगता है यार. अरे ऐसी बस के पास जाता कौन है? പോലീസാ ले लेंगे इसके कौन है? अंदर ऐसा लग रहा है. ओह, ये क्या? बकरी का मांस? ഹലോ. बकरी लग तो नहीं रही है मुझे. हो गए किडनैप. गायब. കൺട്രോൾ ആൻസറിംഗ് ഒരു എമർജൻസി മെസ്സേജ് പാസ് ചെയ്യാനുണ്ട്.
ഡിവൈഎസ്പി എബ്രഹാം ഘോഷി ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ് ആണ്. ഈ ലോഡ് കയറ്റുന്നൊക്കെ ഒന്നോട് ആലോചിച്ചു മതി. ചേട്ടാ അവിടെ പോയി ചൊറ ഉണ്ടാക്കരുത്. അവന്മാരൊക്കെ വലിയ വലിയ ടീംസാണ്. 1.5 ആഴ്ചയല്ലേ ശമ്പളം കിട്ടും. എന്റെ ചേട്ടാ അതൊക്കെ ശരിയാ. എങ്ങനെയെങ്കിലും പൈസ മേടിച്ചെടുക്കാൻ നോക്കാം. ഈ ജോലിയിലെ അടുത്ത ജോലിക്ക് പോടാ. പറയാനൊക്കെ എളുപ്പമാണ്, പക്ഷെ പണിയില്ലെങ്കിൽ പറയാനുള്ള കാര്യം അപ്പം ചേട്ടാ നിന്നെ അവിടെ എന്താ വല്ലതും മേടിച്ച് പാമ്പായിട്ട് കിടക്കണം. ഞാനൊന്ന് നോക്കിട്ട് വരാം. നമ്മളോട് അലോളം നോക്കട്ടെ. ഏയ് ചേട്ടാ വെറുതെ പോയി പണി മേടിക്കണ്ട. എന്നാ കേസ് കിട്ടുന്ന അറിയത്തില്ല. നമുക്ക് ആ സൂപ്പർവൈസർ വല്ലതും പോയി പിടിച്ചിട്ട് വരാം, അതാ നല്ലത്. पर लोगों का भी यही है ना, हरास करती है पुलिस, फिर उनको भी बीच में नहीं पड़ना. വിഷാദ രോഗം വളരെ കോമൺ ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ് നമ്മളത്. അമൃത, തനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് താൻ ചോദിച്ചില്ലേ? ഒരു കാര്യമില്ലാതെ തനിക്ക് വിഷമം തോന്നുന്നു താൻ തന്നെ പറഞ്ഞു. അപ്പൊ തനിക്ക് തന്നെ അറിയാം വിഷമിക്കാൻ തക്ക ഒരു കാര്യവും തനിക്കില്ലാന്ന്, അല്ലേ? നല്ലൊരു മനസ്സുള്ള, വിഷമിക്കാനായിട്ട് ഒരു കാര്യമില്ലാത്ത താനൊക്കെയല്ലേ നന്നായിട്ട് ഉറങ്ങേണ്ടത്. അതിന് ചില സൂത്രപ്പണികളുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ്. हमें भी फील होता है कभी कभी ऐसा. അല്ലേട്ടോ, आ गया पुलिस वाला केस. വൈകിട്ട് ബോഡി കാണുമ്പോൾ ജിപ്സം ഗ്രൗണ്ടിൽ എത്ര പേരുണ്ടായിരുന്നു? സാറേ ഞാനും ഈ പുള്ളിയും പിന്നെ JCBയുടെ ഓപ്പറേറ്റേഴ്സ് 2 പേരുണ്ടായി സാറേ. നിങ്ങളെല്ലാവരും ഡ്രൈവേഴ്സാണോ? അതെ സാറേ. കോശി സാറിന്റെ ബോഡിയിൽ കണ്ണും ഹൃദയമൊക്കെ തുറന്നെടുത്തിരിക്കുകയാണ് സാർ. Oh, eyes and heart have been carved out. निकाल दिए गए. हाँ. Oh my god. ക്ലബിൽ റമ്മി കളിച്ച് ലേറ്റ് ആയിട്ടേ വരുവുള്ളൂ എന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ട് നേരത്തെ കിടന്നു തുടങ്ങി. രാവിലെ ആയിട്ടും പുള്ളി എത്തിയിട്ടില്ല. പുള്ളിക്കാരത്തി ചെറുതായിട്ട് പാനിക്കായി. പലതവണ ഫോണിൽ വിളിച്ചിട്ട് റെസ്പോൺസ് ഒന്നുമില്ല. അവിടെ രാവിലെ പാല് കൊടുക്കാൻ വരുന്ന ആളുടെ കയ്യിലാണ് ഫോൺ കിട്ടിയത്. വീട്ടിലേക്ക് വരുന്ന വഴിയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. സ്ക്രീൻ സേവറിൽ പുള്ളിയുടെ ഫാമിലി ഫോട്ടോ കണ്ടിട്ടാണ് എബ്രഹാം ഘോഷിയുടെ വീട്ടിലേക്ക് ഫോൺ കൊടുത്തത്. ഭാര്യ അപ്പം തന്നെ വിളിച്ച് കൺട്രോൾ റൂമിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചു മുമ്പ് ഇവിടുത്തെ വർക്കേഴ്സാണ് ബോഡി കണ്ടത്. സർ എന്തായാലും സാർ ഇവിടെ സ്ഥിരം ജോലിക്കാരെക്കാൾ കൂടുതൽ കോൺട്രാക്ട് വർക്കേഴ്സാണ്. എല്ലാവരുടെയും ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. ഓക്കെ. आसपास कोई CCTV कैमरा? ചാൻസ് പ്രിന്റ് വല്ലോ? നത്തിങ് സർ. സീൻ ഓഫ് ക്രൈം എന്ന് ആർട്ടിക്കിൾസ് ഒക്കെ പരിശോധിച്ചു. ഒരു ചാൻസ് പ്രിന്റും ഇല്ല സർ. ഒന്നുമില്ല സർ. ഓക്കെ, ശരി ആയിക്കോട്ടെ. ഫോറൻസിക്കാരുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി താൻ വേണമെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോ. കയറി നോക്കിയോടോ. वो देखो दिल की जगह पे. ये भी कोई सीरियल किलर ही है जिसने मतलब एक होता है ना, उसको मजा आता होगा इस चीज में. जैसे वो कह रहे हैं ना, उसको स्कल तोड़ने में मजा आता था. സെന്റ് അത്ര നല്ലോണം പൂശിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോഗ് സ്ക്വാഡ് വന്നിട്ടൊന്നും കിട്ടിയിട്ടില്ല. परफ्यूम लगाया था. ഇവിടെ ഒരുപാട് പണിക്കാരില്ലേ? ഈ ബോഡി എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് ഇത് ചെയ്തവർക്ക് നിർബന്ധമുള്ളതുകൊണ്ട്. वो चाहता था बॉडी मिले. ओए आग लग रही है. नहीं नहीं, ये तो वो है ना भट्टी का वो. ओ भाई ये स्टार्ट है. हैवी. 5th midnight. आशिक. ഇന്നലെ കാലത്ത് ഏകദേശം 6 മണിയോടുകൂടിയാണ് മരണം നടന്നിരിക്കുന്നത്. മരണകാരണം ഹൃദയം തുരന്നെടുത്തുകൊണ്ടാണ്. പക്ഷെ അതിനു മുമ്പ് കണ്ണുകൾ 2 ചൂഴ്ന്നെടുത്തിരുന്നു. ഇത് രണ്ടെടുക്കുമ്പോഴും ഇദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. ഈ പ്രോസസ് നടക്കുമ്പോൾ എന്തോ ഒന്നുകൊണ്ട് ബലമായി കെട്ടിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ അടി കിട്ടിയതിന്റെയോ ബലം പ്രയോഗിച്ചതിന്റെ ഒരു പാടും ദേഹത്ത് കണ്ടില്ല. ശരീരത്തിലാകെ സെന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയുമാണ് പ്രൈമറി അനാലിസിസ്. ബാക്കി ബോഡി ഫ്ലൂയിഡിന്റെ പരിശോധന കഴിഞ്ഞ് പറയാം. बहुत बेरहमी से मारा है. बहुत बुरी तरीके से. എനിത്തിങ് യെറ്റ് അനിൽ? കമ്മീഷണർ ഒരു പ്രൈമറി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് കൊടുക്കാൻ വേണം. ഫോറൻസിക് ഉടൻ തന്നെ റിപ്പോർട്ട് തരും. ഫോറൻസിക്കാർ ബോഡി തറവായിട്ട് പരിശോധിച്ചു വേണം. എബ്രഹാം ഘോഷിയുടെ അല്ലാത്ത ഒരു മുടിനാരോ ഒരു ഫിംഗർ പ്രിന്റോ കിട്ടിയിട്ടില്ല. അൻവർ, വാട്ട് ആർ യുവർ തോട്ട്സ്? कुछ भी नहीं मिला. ഇത് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ചെയ്ത ഒരു ക്രൈം ഓഫ് പാഷനായിട്ട് തോന്നുന്നില്ല മാഡം.
പ്ലാൻഡ് അബ്ഡക്ഷൻ, ഒപ്പം മറ്റ് ഫിസിക്കൽ ടോർച്ചേഴ്സ് ഇല്ലാതെ ഹൃദയം കണ്ണുകൾ തുറന്നെടുക്കുക. കുറ്റവാളിയെ നയിക്കുന്ന വികാരം ഒന്നെങ്കിൽ പകയായിരിക്കാം, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി. കൂടുതലൊന്നും ഈ പ്രൈമറി സ്റ്റേജിൽ പറയാൻ കഴിയില്ല മാഡം. Even I feel the same. Anil, you set up a team. Immediately, ma'am. ഞാനൊന്ന് കമ്മീഷണറുമായിട്ട് ഡിസ്കസ് ചെയ്യട്ടെ. You guys carry on. താങ്ക് യു മാം. ശരി മാം. സർ, പ്രതിയോ പ്രതിയുടെ മോട്ടീവോ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നും തന്നെ ഫോറൻസിക്കിന് കിട്ടിയിട്ടില്ല. ACP അനിൽ മാധവനും അനിലിന്റെ അണ്ടറിലുള്ള 3 ഇൻസ്പെക്ടർമാരുമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത്. ACP ഓഫീസിൽ തന്നെ SIT ഓഫീസും സെറ്റ് ചെയ്തിട്ടുണ്ട് സർ. ഒരു DYSP ആണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാന്നുള്ളത് എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ കോൺഫിഡൻസിന്റെ പ്രശ്നമാണ്. സോ ഡു വാട്ട് എവർ ഇറ്റ് टेक्स. सर क्या थ्रिल के साथ चालू किया है. पहले वो रिपर रवि के बारे में बताया गया, मैं तो उससे ही बहुत शॉक हो रहा था जिस तरीके से वो बता रहा था. मुझे लगा वो बोलेगा मैंने नहीं किया मर्डर, ऐसा कुछ वैसा कुछ. वो तो बोल रहा था भाई मेरे को तो कोई मेंटल इलनेस है ही नहीं, मेरे को बस वो जो जैसी वो सर फूटने की आवाज़ होती है और उनकी वो चीखें होती है वो सुन के मज़ा आता है. एंड उसी के बाद अब यहाँ पे एक और कोई मर्डरर है जो ऐसे रेड बस में आके पकड़ के जा रहा है. सच में यार उसकी एंट्री भी कैसी थी ना. पहले तो पूरी जगह से पूरी लाइट चली गई, फिर वो एक रेड कुछ वैन जैसा कुछ था और फिर वहाँ पे एकदम से किडनैप हो गया. मतलब ऐसा लग रहा है कि ये बिल्कुल पैशन के साथ करते हैं. मतलब ऐसा नहीं कि अभी स्टार्ट किया, बहुत टाइम से किया जा रहा है ऐसा लग रहा है. और जैसे डिटेल्स पता लग रही कि भाई जैसे उसका हार्ट, उसके आंखें जो है वो उसके जिंदा होते हुए निकाली गई थी. इसका मतलब वो जान के वो बंदे को परेशान या चीखता हुआ सुनना चाहता था, वो उसको मज़ा आती है उस चीज़ में. तो बहुत ही खतरनाक आदमी है, पता नहीं कौन होगा. तो आप लोग कैसा लगा कमेंट सेक्शन में ज़रूर बताएगा. तो इसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए और सब्सक्राइब करिए. बाय.